ഹായ് ഫ്രണ്ട്സ്, മോളീസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. അതായത് എനിക്കൊരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ നിന്നുണ്ടായ ഒരു മോശം അനുഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഏതാണ് ഈ ചാനലെന്നൊന്നും ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറയാം കേട്ടോ. ഞാൻ അവരിൽ നിന്ന് പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്തത്. ഒരു പ്ലാന്റിൻ്റെ യൂട്യൂബ് ചാനലാണ്, ഒരു ഗാർഡനറിൻ്റെ ചാനലാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഫെബ്രുവരി 15 അതായത് 2026 ഫെബ്രുവരി 15 കുറച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനുണ്ടായി. ഇന്നൊരു കുറച്ച് വിരലിനാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ട് കൃത്യം 2 മാസമാവും. പക്ഷേ ഇനിയും എനിക്ക് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇനി എനിക്ക് അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവർക്ക് വാട്സപ്പിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവർ വാട്സപ്പിൽ എനിക്ക് റിപ്ലൈ തരുന്നില്ല. ഓക്കെ, ആ ടൈമിൽ തന്നെ അറ്റ് എ ടൈം ഞാൻ വേറൊരു നമ്പറിന്, ഇതുവരെ ഞാൻ ഓർഡർ ചെയ്യാത്തൊരു നമ്പറിന് അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ആ സ്പോട്ടിൽ തന്നെ അവരെനിക്ക് തിരിച്ച് റിപ്ലൈ തരികയും ചെയ്തു. ഞാൻ അങ്ങോട്ട് ഹൈ അയച്ചു, അവർ ആ സ്പോട്ടിൽ എനിക്ക് തിരിച്ച് ഹൈ അയച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത നമ്പറിലത്തെ മെസ്സേജ് അവർ റീഡ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ അവർക്ക് കുറേ തവണ മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ. അന്നേരം അവരെനിക്ക് 2 ദിവസം മുന്നേ റിപ്ലൈ അയച്ചു. 15 to 20 ദിവസം വേണം കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. അവർ ഞാൻ എന്തിനാണ് മെസ്സേജ് അയച്ചതെന്നോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്തതെന്നോ ഇതൊന്നും നോക്കാണ്ട് ജസ്റ്റ് ഒരു ലാഗായിട്ട് അങ്ങ് അയച്ചു വിട്ടു. ഞാൻ അയച്ചതിന് മറുപടിയായിട്ട് 15 to 20 days. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മെസ്സേജ് അവർ കാണാതെ അവിടെ വെക്കാണ് ഉണ്ടായത്. ദെൻ ഞാൻ അവർക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം കമൻറ്റ് ചെയ്തേ. ഇന്ന് രാവിലെയാണ് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും കമൻറ്റ് ചെയ്യുന്നത്. ആ സെക്കൻഡ് കൊണ്ട് തന്നെ അവരെൻ്റെ കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഞാൻ അവർക്ക് ഇൻസ്റ്റയിൽ അവർ ഒരു ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത്, ഫോളോവേഴ്സ് ആയി എന്നുള്ളത് സ്റ്റോറി ഇട്ട സമയത്ത് ഞാൻ ആ സ്റ്റോറിക്ക് റിപ്ലൈ കൊടുത്തു, നിങ്ങൾ പറ്റിക്കരുത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കറക്റ്റ് റിപ്ലൈ തന്നു. എന്നോട് അവർ ഓർഡർ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ GPay നമ്പർ അയക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവരോട് എനിക്ക് പൈസ വേണ്ട, പ്ലാൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഫുള്ളായിട്ട് എൻ്റെ ഞാനെന്തോ മിസ്റ്റേക്ക് പറഞ്ഞതുപോലെയായി പറയാൻ തുടങ്ങിയത്. അവർ പിന്നീട് പറയുന്നത് ഓഫറുകൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ വാട്സപ്പ് നോക്കാനാവില്ല, പിന്നെ ഓർഡർ കുറേ വരുമ്പോൾ അയക്കാൻ താമസം വരും. പിന്നെ പറഞ്ഞത് കുറേ ഹോളിഡേയ്സ് വന്നു. പിന്നെ എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പോൾ ഇലക്ഷൻ ടൈമിൽ കണ്ണൂരിലേക്ക് അവർക്ക് റിസ്ക് എടുത്തിട്ട് അയക്കാനാവില്ല. ഈ ഹോളിഡേയ്സും ഇലക്ഷനൊക്കെ ഏത് മാസമാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം കേട്ടോ. ദെൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം ടൈമിൽ ഞാൻ ഓർഡർ ചെയ്ത സെയിം ടൈമിൽ എൻ്റെ ഒരു നെയ്ബറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം പ്ലാൻസ് തന്നെയാണ് നെയ്ബർ ഓർഡർ ചെയ്തിട്ടുള്ളത്. അവർക്ക് പ്ലാൻസ് കിട്ടി. ഒരു 2 weeks മുന്നേ അവർക്ക് പ്ലാൻസ് കിട്ടി. പക്ഷേ എനിക്കിപ്പോഴും പ്ലാൻസ് കിട്ടിയില്ല. അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാൻസ് കുറവാണോ കൂടുതലാണോ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ അയക്കുന്നതെന്ന്. കുറവാണെങ്കിൽ പെട്ടെന്ന് അയക്കും. ഇതെന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ ഒരു അടിസ്ഥാനമായിട്ടൊരു അറിവുമില്ല. പിന്നെ എനിക്കിതൊന്നും ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടേണ്ട ഒരു കാര്യം വരുന്നുണ്ടായിരുന്നില്ല. അവരെന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ എനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ ഇത്ര ദിവസം കൊണ്ട് അയക്കും, അല്ലെങ്കിൽ ഇത്ര കാര്യമുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്ക് റിപ്ലൈ തന്നിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റയിൽ അവർക്ക് റിപ്ലൈ കൊടുത്തു, നിങ്ങളെന്തിനാണ് പറ്റിക്കുന്നതെന്ന്. അതവർക്ക് ഭയങ്കരമായി ഹേർട്ട് ചെയ്തു. പറ്റിക്കൽ തന്നെയല്ലേ. ആസ് എ കസ്റ്റമർ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ പ്ലാൻസ്, ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവർ പറ്റിച്ചെന്ന് തന്നെയല്ലേ നമ്മൾ പറയാം. നിങ്ങളെല്ലാവരോടും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിച്ചെന്നല്ലേ പറയുക. ഞാനും പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ എത്രയും പെട്ടെന്ന് എങ്ങനെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം, സേഫായിട്ട് അയച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അല്ലാതെ ആ നാട്ടിലേക്ക് അയക്കുന്നത് പ്രശ്നം, ഈ ഹോളിഡേയ്സ് വന്നു, ഇങ്ങനെ എക്സ്ക്യൂസ് പറയാൻ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം, ഞാൻ ഒരു എക്സ്ക്യൂസും അങ്ങനെ പറഞ്ഞിട്ട് ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നും ഞാനൊരു മോശം അനുഭവം അവർക്കാർക്കും ഞാൻ കൊടുത്തിട്ടില്ല. ഇത്രയും എടുത്തു വെച്ച കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അയച്ചതിന് ശേഷമല്ലേ ഇവർ പിന്നെയും ഓഫേഴ്സ് ഇടുന്നുണ്ട്. ഇതൊക്കെ അയച്ചതിന് ശേഷമല്ലേ ഇവർ പിന്നെയും ഓഫേഴ്സ് ഇടേണ്ടത്. അതല്ല, ഇവർ നമ്മളെ 2 മാസം മുന്നേയുള്ള ഓർഡർ ഇപ്പോഴും അവിടെ എടുത്തു വെച്ചിട്ട് പിന്നെയും പുതിയ ഓഫേഴ്സ് ഇടുകയാണ്. ഇന്ന് ഞാൻ അവർക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, എനിക്ക് പ്ലാൻസ് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നുള്ളത്. അതല്ല, ഇതെനിക്ക് കിട്ടുന്നില്ല, ഇതിനൊരു മറുപടിയും തരുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഏതാണെന്നുള്ളത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആസ് എ കസ്റ്റമർ എനിക്ക് ആ പ്ലാൻസ് വേണം. ഞാൻ അവർക്ക് പേയ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആ പ്ലാൻസ് അയക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്.
അങ്ങനെ പ്ലാൻസ് അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് വാങ്ങേണ്ട കാര്യമില്ല. 1 രൂപയാണെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ്. അത് വേറൊരാൾക്ക് വെറുതെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് ഇവരിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സർവീസ് വളരെ മോശമാണ്. പക്ഷേ കമൻസ് ഡിലീറ്റ് ആക്കാനൊക്കെ കറക്റ്റായിട്ട് ഇവർക്ക് നല്ല ടൈമുണ്ട് കേട്ടോ. എനിക്ക് ഈ പ്രമുഖ ലേഡി ഗാർഡനോട് പറയാനുള്ളത് ആസ് എ കസ്റ്റമർ നോട്ട് ഹാപ്പി. താങ്ക് യു.